ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് വിച്ച് ഹാസ് നോ അപ്പർ ബൗണ്ട്. It is defined for non-negative values of x as follows. That is, p of x equal lambda raised to x into e raised to minus lambda divided by x factorial. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ റാൻഡം വേരിയബിൾ എക്സ്, അതിന് നോ അപ്പർ ബൗണ്ടാണ്, അപ്പർ ബൗണ്ട് ഇല്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്. അതായത് നോൺ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. സ്മോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിട്ട് എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം തരിക. ഈ എഫ് ഓഫ് എക്സ് അറിഞ്ഞിരുന്നാലാണ് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ വേർ എക്സ് ഈക്വൽ 0, 1, 2 എക്സെട്ര. കാരണം അതിന് അപ്പർ ബൗണ്ട് ഇല്ല. ഹിയർ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ലാംഡ എന്ന് പറയുന്നത് പാരാമീറ്ററാണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് പോയിസോൺ വേരിയേറ്റ് വിത്ത് പാരാമീറ്റർ ലാംഡയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാമെന്ന്. എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം വേരിയബിൾ പോയിസോൺ ആണെന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണതാണ്. അപ്പോൾ വായിക്കുമ്പോൾ എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ എന്ന്, എഴുതുമ്പോൾ ഇതേപോലെ എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ എന്ന്. അപ്പോൾ ഇവിടുന്ന് പഠിക്കാനുള്ളത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ്. ഇത് പഠിച്ചിരിക്കണം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇതിൻ്റെ മീനും വേരിയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. മീനും വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ നമുക്കറിയാം. എന്താണ് മീനിൻ്റെ ഡെഫിനേഷൻ? ഇ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ത് എഫ് ഓഫ് എക്സ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് പകരം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് പഠിച്ചിട്ടുള്ള എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കും. എന്താ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന്. ആ ഫംഗ്ഷൻ അവിടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെ, അപ്പർ ബൗണ്ട് ഇല്ലല്ലോ. അതാണ് ഞാൻ അവിടെ സമ്മേഷൻ്റെ താഴെ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയത്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൊത്തത്തിൽ 0 ആയി മാറും അല്ലേ? ഇത് മൊത്തത്തിൽ 0 ആയി മാറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0യിൽ അത് വേരി ചെയ്യുന്നില്ല. ശരിക്കും വേരി ചെയ്യുന്നത് എവിടെ മുതലാണ്? 0 മുതലല്ല, 1 മുതലാണ്. അതുകൊണ്ടാണ് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് താഴെ വന്നപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആയത്. കാരണം 0 കൊടുത്താൽ അത് 0 വരും. 1 മുതലാണ് വേരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 0 എന്ന് മാറ്റിയിട്ട് നമ്മളവിടെ 1 എഴുതിയത്. ദെൻ എക്സ് ഇൻറ്റു അതേ സ്റ്റെപ്പ് ഇറക്കി എഴുതി. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി നോക്കുക, താഴെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. എക്സ് ഫാക്ടോറിയൽ നിന്നും ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വന്നു? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി മേലെയും താഴെയുമുള്ള എക്സുകൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി എന്താണ് ഇവിടെ വേരി ചെയ്യുന്നത്? എക്സ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റാണ്. അതുകൊണ്ട് അതിനെ ഔട്ട് സൈഡ് എടുത്തു. മനസ്സിലായ? എന്നിട്ട് സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. എക്സ് ഉള്ള ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതി. എന്നിട്ട് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക. എക്സിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. എല്ലാ വാല്യൂസും കൊടുക്കാൻ പറ്റില്ല, 5-6 വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുക, എക്സിന് ആദ്യം 1 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 ആണ്. പ്ലസ് എക്സിന് 2, അപ്പോൾ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 minus 1 that is 1 factorial. അടുത്തത് എക്സിന് 3 lambda raised to 3 by 3 minus 1 that is 2 factorial plus etc.
ഇനി എന്ത് ചെയ്യാം, എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്, ലാംഡകളുണ്ട്. ഒരു ലാംഡ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ലാംഡ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, ലാംഡ ഇൻറ്റു ലാംഡ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു 0 ഫാക്ടോറിയൽ 1 ആണ്. ബാക്കി അവിടെ എന്ത് വരുള്ളൂ, 1 പ്ലസ് അവിടെ നിന്ന് ഒരു ലാംഡ സ്ക്വയറിൽ നിന്ന് ഒരു ലാംഡ പോകുമ്പോൾ λ/1 ഫാക്ടോറിയൽ. അടുത്തത് ലാംഡ ക്യൂബിൽ നിന്നും ലാംഡ പുറത്തേക്ക് വരുമ്പോൾ λ²/2 ഫാക്ടോറിയൽ. മനസ്സിലായ? എന്നിട്ട് ഉള്ളിൽ കിടക്കുന്ന 1 പ്ലസ് λ/1 ഫാക്ടോറിയൽ പ്ലസ് λ²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര എന്ന് പറയുന്നത് e⁴ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷനാണ്. അതായത് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ e⁻x പവർ സീരീസ് എന്ന് പറയുന്നത് 1 പ്ലസ് x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര ആണ്. ആ ഫോമിൽ നിന്നും ഇവിടെ എക്സിന് പകരം ലാംഡ എന്ന് വന്നു. അതാണ് e⁻λ വന്നത്. ഇനി നമുക്കറിയാം e⁻−λ ഉണ്ട്, e⁻λ ഉണ്ട്. ഈ പവറുകൾ ഒന്നിച്ചെഴുതുമ്പോൾ λ−λ e⁻0. e⁻0 എന്ന് പറയുന്നത് 1. ബാക്കി അവിടെ എന്തുണ്ട്, ലാംഡ. അങ്ങനെയാണ് എന്ത് വന്നത്, ലാംഡ വന്നത്. അതായത് മീൻ എന്ന് പറയുന്നത് ഏതിൻ്റെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്. പഠിക്കണം, ചോദിക്കും. കാരണം മീനും വേരിയൻസും ചോദിക്കാറുണ്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് വേരിയൻസ് ഇതേപോലെ തന്നെയാണ്. വേരിയൻസ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ σ²(x) = e(x²) - e(x) വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം e(x²) എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം e(x²) എന്ന് പറയുന്നത് സമ്മേഷൻ x² × f(x) ആണ്. അപ്പോൾ ഈ x² നമ്മൾ ഏത് ഫോമിൽ എഴുതും, വേറൊരു ഫോമിൽ x × x - 1 + x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, x². നോക്കിയേ, ഈ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x x², x × -1 - x + x, ദാറ്റ് ഈസ് x². ആ x² വേറൊരു ഫോർമാറ്റിലോട്ട് എഴുതി ഈ പ്രൂഫ് ചെയ്യാൻ വേണ്ടി മാത്രം, ഇൻറ്റു f(x). എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ x² 2 ടേം ആക്കിയിട്ടാണ് മാറ്റിയേക്കുന്നത്. ഒന്ന് x × x - 1, ഒന്ന് x. അപ്പോൾ പുറത്ത് f(x) ഉണ്ട്, ഇവിടെ സമ്മേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടേമിനും കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുക, സമ്മേഷൻ x = 0 to ∞. എങ്ങനെയാണ് x = 0 to ∞ ആയത്, ഇവിടെ അപ്പർ ബൗണ്ട് ഇല്ല. അപ്പോൾ 0 മുതൽ ∞ വരെ. ആദ്യത്തെ ടേം x × x - 1 ഇൻറ്റു f(x), ഇത് ഉള്ളിലോട്ട് ഇടുക, കണ്ട, പ്ലസ് സമ്മേഷൻ x = 0 to ∞ x × f(x). ആ 2 ടേമിനും സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കാം, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഇത് സമ്മേഷൻ x = 0 to ∞ x × f(x) എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതാണ്. എന്ത്, മീനിൻ്റെ ഫോമിലോട്ടാണ് വരുന്നത്. അതായത് e(x) ആണ്. e(x) എന്ന് പറയുന്നത് എന്താ, ലാംഡയാണ്. അപ്പോൾ ആ സൈഡ് നമുക്ക് ചെയ്യണ്ട, ഇപ്പുറത്തെ സൈഡ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നോക്കി, ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കാം. f(x)ൻ്റെ പ്ലേസിൽ ഇവിടെ ഏതിൻ്റെയാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ f(x) നമുക്കറിയാം e⁻−λ × λ⁻x ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ നോക്കുക, താഴെ x ഫാക്ടോറിയൽ ഉണ്ട്. x ഫാക്ടോറിയൽ നിന്ന് x × x - 1 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും, x × x - 1 × x - 2 ഫാക്ടോറിയൽ എന്ന് വന്നു. എന്നിട്ട് ഈ x × x - 1ഉം x × x - 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. എന്നിട്ട് നമ്മൾ എക്സിന് സമ്മേഷൻ കൊടുക്കും. എക്സിന് വാല്യൂസ് 2 മുതൽ ∞ വരെ. എന്തുകൊണ്ട് 2 ആയത്, സമ്മേഷൻ x = 2 ആയത്, തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ x = 0 ആയിരുന്നല്ലോ. x = 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 × 0 - 1 ദാറ്റ് ഈസ് 0 വരും. മൊത്തത്തിൽ അത് 0 വരും. ഇനി അടുത്തത് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. 1 കൊടുക്കുമ്പോൾ 1 × 1 - 1 അതും 0 വരും. അപ്പോൾ 0 കൊടുക്കുമ്പോഴും 1 കൊടുക്കുമ്പോഴും 0 വരും.
എവിടെ നിന്ന് അത് ശരിക്കും വേരി ചെയ്യുന്നുള്ളൂ? 2 മുതൽ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്നായത്, ഇവിടെ എക്സ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ആയത് കേട്ടോ. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണ്. എക്സിൻ്റെ വാല്യൂസ് 2 മുതൽ. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു ലാംഡ എന്ന് പറയുന്നത് എക്സ് ഇല്ലാത്ത ടേം ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡ് നിർത്തി. ബാക്കി എക്സ് ഉള്ളിടത്തെല്ലാം 2 മുതൽ കൊടുക്കുകയാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 എന്ന് പറയുന്നത് 0 ഫാക്ടോറിയൽ ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്തത് 3 ലാംഡ ക്യൂബ് ബൈ 3 മൈനസ് 2 1 പ്ലസ് അടുത്തത് 4 ലാംഡ റേസ് ടു 4 ബൈ 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 പ്ലസ് എക്സിട്ര ഇ റേസ് ടു എക്സ് നമുക്കറിയാം ലാംഡയാണെന്നറിയാം. എന്നിട്ട് ഇവിടെ എല്ലാത്തിലും ഇവിടെ ആദ്യത്തെ ടേം ലാംഡ സ്ക്വയർ, രണ്ടാമത്തെ ടേം ലാംഡ ക്യൂബ്, ലാംഡ റേസ് ടു 4. ലാംഡ സ്ക്വയർ കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി വരാം 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്? ഇ റേസ് ടു എക്സ് ൻ്റെ ഫോമാണ്. ഇവിടെ എക്സിന് പകരം ലാംഡയാണ്. അപ്പോൾ അതിന് പകരം ഇ റേസ് ടു ലാംഡ എന്ന് എഴുതി. അതിൻ്റെ ഫ്രണ്ടിൽ ഇ റേസ് ടു മൈനസ് ലാംഡ, ദാറ്റ് ഈസ് ഇ റേസ് ടു 0 1 ആണ്. നമുക്ക് ലാസ്റ്റ് കിട്ടുക ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്നാണ്. ഇപ്പോൾ നമ്മൾ എന്ത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ? ഇ ഓഫ് എക്സ് സ്ക്വയർ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി സിഗ്മ സ്ക്വയർ ഓഫ് എക്സിൽ ഇ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ, ആ വാല്യൂ ഇട്ട് കൊടുത്തു. മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇ ഓഫ് എക്സ് ലാംഡയാണ്. അപ്പോൾ ലാംഡ ഹോൾ സ്ക്വയർ. അപ്പോൾ പോസിറ്റീവ് ലാംഡ സ്ക്വയറും നെഗറ്റീവ് ലാംഡ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ബാക്കി ആൻസർ എന്താ? ലാംഡ. അതാണ് അവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? മീനും വേരിയൻസും ലാംഡ തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പ്യൂട്ടർ ജനറേറ്റ്സ് 1000 non-negative integers following a Poisson distribution with mean 2.5. How many of them would be 2, 4 and 10? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്പ്യൂട്ടർ 1000 non-negative integers ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഫോളോ ചെയ്യുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. അതിൻ്റെ മീൻ തന്നിട്ടുണ്ട് 2.5. അങ്ങനെയാണെങ്കിൽ ഈ 1000 non-negative ഇൻറ്റിജേഴ്സിൽ 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, 4 എന്ന് പറയുന്ന ഇൻറ്റിജർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, 10 എന്ന് പറയുന്ന ഇൻറ്റിജർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ഓഫ് ദം വുഡ് ബി 2, 4 and 10. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 2ൻ്റെയും 4ൻ്റെയും 10ൻ്റെയും പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ പ്രോബബിലിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ്, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് 1000. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 2ൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 1000ൽ 2 എത്ര പ്രാവശ്യം വന്നു എന്ന്. അതേപോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്ന ഇൻറ്റിജർ എത്ര പ്രാവശ്യം വന്നു എന്ന് പറയാൻ പറ്റും 1000ൽ. എക്സ് ഈക്വൽ ടു 10, പി ഓഫ് എക്സ് ഈക്വൽ ടു 10 പ്രോബബിലിറ്റി, ആദ്യം എക്സ് ഈക്വൽ ടു 10ൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആ പ്രോബബിലിറ്റി ഇൻറ്റു 1000 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 10 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം വന്നു എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതും. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്തിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, എത്ര പ്രാവശ്യം 2 വന്നു, എത്ര പ്രാവശ്യം 4 വന്നു, എത്ര പ്രാവശ്യം 10 വന്നു എന്ന്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് ഡിനോട്ട് എനി നമ്പർ ജനറേറ്റഡ്, അതായത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, 2 ആവാം, 4 ആവാം, 10 ആവാം. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് മീൻ ഡിനോട്ട് ചെയ്യുന്നത്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാംഡ എന്ന് പറയുന്നത് എന്താ? പാരാമീറ്റർ. അത് തന്നിട്ടുണ്ട് 2.5 ആണ്. അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട് വിത്ത് മീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണെന്ന് അറിയണം. ലാംഡയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ.
അപ്പോൾ ലാംഡ ഈക്വൽ 2.5 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്ന് പറയുന്നത് e⁻ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതിൽ നിന്ന് ഇവിടെ എന്ത് മാത്രമേ നമുക്കറിയുള്ളൂ, ലാംഡ. അപ്പോൾ e⁻² ഇൻറ്റു ലാംഡയുടെ പ്ലേസിൽ 2.5 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി എക്സ് ഹാസ് നോ അപ്പർ ബൗണ്ടാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സിട്ര. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്, 2, 4, 10. അപ്പോൾ ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനിൽ എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്, പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 2ൻ്റെ പ്രോബബിലിറ്റി അല്ല നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എത്ര പ്രാവശ്യം, ഹൗ മെനി ഓഫ് ദം വുഡ് ബി 2, എത്ര പ്രാവശ്യം 2 വന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹെൻസ് ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹാവിങ് വാല്യൂ 2 എന്ന് പറയുന്നത് 1000 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി, എക്സ് ഈക്വൽ ടു 2ൻ്റെ പ്രോബബിലിറ്റി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 256.5 ആണ്. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 257 എന്ന് എടുക്കും. അതായത് ഈ 1000 ഇൻറ്റിജേഴ്സിൽ 257 ടൈംസ് എന്ത് വന്നിട്ടുണ്ട്, 2 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ വന്നിട്ടുണ്ട്. അടുത്തത് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ എക്സിൻ്റെ പ്ലേസിലെല്ലാം 4 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് 0.1336 എന്ന് കിട്ടും. അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര പ്രാവശ്യം 4 എന്ന് പറയുന്ന വാല്യൂ വന്നു എന്നാണ്. അപ്പോൾ 1000 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 0.1336 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 133.6. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 134 എന്ന് കിട്ടും. ഇനി അപ്പോൾ 1000ൽ 134 ടൈംസ് 4 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ വന്നിട്ടുണ്ട്. അടുത്തത് എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ എക്സിൻ്റെ പ്ലേസിൽ 10 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പ്രോബബിലിറ്റി കിട്ടും. ആ പ്രോബബിലിറ്റിയാണ് 0.0002 എന്ന് പറയുന്നത്. ഇനിയോ എത്ര പ്രാവശ്യം വന്നു എന്ന് നോക്കുമ്പോൾ എന്ത് വരും, എത്ര പ്രാവശ്യം എക്സ് ഈക്വൽ ടു 0 വന്നു എന്ന്, എത്ര പ്രാവശ്യം വന്നു, 1000 ഇൻറ്റു 0.002 ദാറ്റ് ഈസ് 0.2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ അങ്ങനെയാണ് എത്ര പ്രാവശ്യം, എത്ര ടൈംസ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബബിലിറ്റി കൊണ്ട് ഇൻറ്റു ആ വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹൗ മെനി ടൈംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ പോയിസൺ വേരിയബിൾ സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഈക്വൽ P of x equal 2 and P of x equal to 3 എന്നാണ്. P of x equal to 3, find P of x equal to 4. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്ന പോയിസൺ വേരിയബിളാണ്, അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, P of x equal to 2 ഈക്വൽ P of x equal to 3 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് P of x equal to 4. അങ്ങനെയാണെങ്കിൽ P of x equal to 4 എന്താണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ നോക്കാം, നമുക്കറിയാം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ P of x equal to x എന്ന് പറയുന്നത് e⁻ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലാണ്. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള കണ്ടീഷൻ P of x equal to 2 ഈക്വൽ P of x equal to 3 എന്ന് പറയുന്നത് എക്സിൻ്റെ പ്ലേസിലേക്ക് 2ഉം 3ഉം കൊടുക്കാം. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ e⁻ ഇൻറ്റു ലാംഡ റേസ് ടു 3. എക്സിൻ്റെ പ്ലേസിൽ 3 കൊടുത്തു ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ.
ഇനി കോമൺ ആയി വരുന്നതെല്ലാം ക്യാൻസൽ ചെയ്യും. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കോമൺ ആയി വരുന്ന സിമിലറായി വരുന്ന ടേംസുകളൊക്കെ ക്യാൻസൽ ചെയ്യുക. പി റേസ് ടു മൈനസ് ലാംഡയും ഇപ്പുറത്ത് ഇ റേസ് ടു മൈനസ് ലാംഡ വന്നു, അത് ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ലാംഡ സ്ക്വയർ, ഇപ്പുറത്ത് ലാംഡ ക്യൂബ്. അപ്പോൾ ലാംഡ സ്ക്വയറും പോയി. അപ്പുറത്തെ ലാംഡ ക്യൂബിൽ നിന്നും ലാംഡ സ്ക്വയർ പോയപ്പോൾ ബാലൻസ് പിന്നെ റിമൈനിങ് ലാംഡ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് 2 ഫാക്ടോറിയൽ, ഇപ്പുറത്ത് 3 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട്? 3 ആണുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് 1 ആണുള്ളത്. ഈക്വൽ റൈറ്റ് സൈഡിൽ ഒരു ലാംഡ ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. അത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കാം. കാരണം എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. ലാംഡയുടെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു 3. അതിട്ട് കൊടുത്ത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി. താങ്ക് യു കേട്ടോ. ഇവിടുന്ന് പഠിക്കാനുള്ളത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ്, പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസ് പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.